National Bell. We are going to the Cubs birthday. Are you coming? മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ചെവിയും കട്ടൂടെ കണ്ണും കണ്ടൂടാ. ശിവനെ ഇത് യാതൊന്നില്ല. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ KK ജോസ്. Hello guys, welcome back to National Bell. National അവന്റെ ശബ്ദം ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിങ്ങിനാണ് ഗൈസ്. എല്ലാവരെയും കാണിച്ചതാണ്. ഇതാണ് അമ്മ. പോവാൻ പോണ കാഴ്ചകൾ കാണാം. ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്. இந்த കോളിയെ பார்த்தாலே தெரியும், നല്ല ടേസ്റ്റ്. എനിക്ക് പ്രാന്ത. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? ഭക്ഷണ കാര്യത്തിൽ ഒരു മെജീഷ്യൻ ആണല്ലേ. തീറ്റിക്ക് അങ്ങനെ നേരവും കാലവും വല്ല ഉണ്ടാ? ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു കുറവേ ഉണ്ടായിരുന്നു, അത് അവരായിട്ടങ്ങ് തീർത്തു. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നു. നീയൊക്കെ കണ്ണൂച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റണ്ടായി. ചേട്ടാ മട്ടൺ ഫ്രൈ. എന്താന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം. ശരിയാ, അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ പൊതിഞ്ഞിട്ടാ ഞങ്ങൾ വീട്ടിൽ കൊണ്ടു ചെന്നോളാം അല്ലേ. ജോലി ഉണ്ടാവുക എന്നുള്ളതല്ലേ പ്രധാനം. അതെന്തായാലും എന്താ ഉണ്ണുന്നത് ഒരു ജോലിയാ. ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി, ഊണ് കഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര പേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. നല്ല ചൂടും കിട്ടോ. എത്ര ദിവസമായി ഒന്നും ഉണ്ടിട്ട്. ആ കുട്ടിയെ കണ്ടുപിടിക്ക്. ഇപ്പൊ തന്നെ 3 എണ്ണം കഞ്ഞി കുടിച്ചു കഴിഞ്ഞു. ഒരു മത്സരമില്ലെങ്കിൽ എന്ത് രസം. എന്നോട് മത്സരിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഞാനുണ്ട്. റൂമൊക്കെ നമ്മള് കാണിച്ചു തരാൻ വരൂ. എന്ത് ശാന്തമായ ഉറക്കം. ഏത് ശാന്തമാ? ശാന്തമല്ല, ശാന്തത. ശാന്തത കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത അത് അല്ലടാ. ഇതാണ് നമ്മളുടെ നല്ല അസല് തേക്ക് കല്ല്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. ഏതാണ് നമ്മളുടെ ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞാൻ ബാച്ചിലറാ, എന്റെ അച്ഛനും ഒരു ബാച്ചിലറാണ്. എന്താ പടം, വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസുള്ളൂ. മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്തത്ര പ്രയാസം. എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. എല്ലാത്തിനും പറ്റുന്നുണ്ട്. മുകളിലേക്ക് മാങ്ങ പറയും, താഴേക്ക് ചെളി കുത്ത്.
മാങ്ങ പറി ചെളികുത്ത്, മാങ്ങ പറി ചെളികുത്ത്, മാങ്ങ പറിച്ചിട്ടേ ചെളി കുത്താവൂ. ദർശനം ചെളി മാത്രം കുത്തിക്കൊണ്ടിരിക്കുന്നത്. മാങ്ങ പറിക്കുമ്പോൾ നിന്റെ കെട്ടിയം വരുമോ? ആ, എല്ലാവരും ചിരിച്ച മതി. ഇനി അടുത്ത സ്റ്റെപ്പ് മാങ്ങ പറി ചെളിക്കുത്ത്, പിന്നെ കടലിലെ വല വീശ്, പിന്നെ മത്തി വിൽപ്പന. ഹോയ് 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 ഹോയ്. ആ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോയ് വിടുന്നത് വളരെ നല്ലതാണ്. അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്? രമണി, നീയാണോ ഹോയ് വിട്ടത്? ഞാനല്ല. സത്യം പറഞ്ഞ ആരാ അത്ര വലിയ ഹോയ് വിട്ടത്? പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് എന്നെ. അപ്പൊ തുടങ്ങാം അല്ലേ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. 1 2 3 4 ഇന്ദ്രരത്നം. ഹായ് ഇന്ദ്ര. ഇങ്ങനെയൊന്നും അല്ലടാ. എടേ, ഇത് നമ്മക്കിന്ന് പോണ്ടേ? മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോന്നാണ് ഇറങ്ങിക്കോളും. അമ്മേ, അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? മഞ്ജു വാര്യറാണെന്ന വിചാരം. വെറുതെ അല്ല വളർച്ച മുരടിച്ചു പോയത്. ആരുടെ മഞ്ജു വാര്യരെയാ? അയ്യോ സിസ്റ്റേഴ്സ്, മനസ്സിലായില്ലേ? നമ്മള് സിസ്റ്റേഴ്സ് നേഴ്സുമാരാണെന്ന് ചോദിച്ചത്. ഓടി, നമ്മള് സഹോദരിമാരാണെന്നാ ചോദിച്ചത്. ഞാനവിടെ എല്ലാരും ചിരിച്ചേ. Wind up my video.